ഹായ് ഹലോ, ഇന്നൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. മീൻ മുളകിട്ടതാണ്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു മീൻ കറിയാണ്. കുറച്ച് കൊച്ചുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്തു. കുടംപുളിയാണ് ചേർക്കുന്നത്, അത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മീൻ അയലയാണ്, അതും വൃത്തിയാക്കി വെച്ചു. പാത്രം ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം അതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. അപ്പോൾ അത് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി ചേർക്കണം. കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ കുറച്ച് കൊഴുപ്പ് കിട്ടുകയും ചെയ്യും, അത്രയ്ക്ക് എരിവും വരില്ല. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർത്തു. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നിളക്കി അരപ്പൊന്ന് തിളപ്പിക്കണം. അതിന് ശേഷം ബാക്കി വെള്ളം ചേർക്കാം. അരപ്പൊന്ന് തിളപ്പിച്ച് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ ചേർക്കാം. മീൻ ഇട്ട് കൊടുത്ത് പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അവരവരുടെ ആവശ്യത്തിന് കറി കുറുകി വരുമ്പോൾ വാങ്ങി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം മീൻകറി കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വറ്റിക്കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അത്യാവശ്യം എരിവുള്ള ഒരു മീൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്. കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുറുകിയും വന്നിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.